ചില ഡ്രസ്സിനാന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതെന്നുള്ളതായിരുന്നു ഈശോയോടുള്ള അയാളുടെ ചോദ്യം. ഈശോ വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുന്നതാണ്. രണ്ടാമത്തേതും ഇതിന് തുല്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ഈശോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഗുരു നീ പറഞ്ഞത് ശരി തന്നെ, പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കണം, ഇതിനും വലിയ കൽപ്പന ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോയുടെ റിപ്ലൈ നൽകുന്നുണ്ട്. അപ്പൊ ഈശോ അദ്ദേഹം ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ഇയാളോട് പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൽപ്പനകളൊക്കെ പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവരാജ്യം നേടാൻ വേണ്ടിയിട്ടാണ്. ദൈവരാജ്യം നേടാൻ വേണ്ടിയിട്ടാണ് കൽപ്പനകൾ അറിയുന്നതും അത് പ്രാവർത്തികമാകല്ലാതെ അനുസരിക്കുന്നത്. ദൈവരാജ്യം നേടാൻ വേണ്ടിയിട്ടാണ് കൽപ്പനകൾ അറിയുന്നതും അത് അനുസരിക്കുന്നതും. സ്നേഹമുള്ളവരെ, ഇതേ ഒരു ആശയം തന്നെയാണ് ഇത് ലേഖനഭാഗത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാനിങ്ങനെ നിങ്ങളോട് പ്രസംഗം നടത്തുന്നത് ഈ വായുവിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെ വെറുതെ അല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ചുരുക്കത്തിൽ ഇന്നത്തെ രണ്ട് വായനകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവരാജ്യം നേടുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നേടിയാലും ദൈവരാജ്യം നേടിയില്ലെങ്കിൽ അതിനൊന്നും വിലയില്ല ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ വചന വായനകൾ കേട്ട് കഴിയുമ്പോൾ ദൈവരാജ്യം നേടാനായിട്ട് ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർപ്പിക്കാം.